അവർക്ക് തടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർ ബ്ലാക്ക് ഹേറ്റാണ് എല്ലാ കാലത്തും പ്രശ്നം ഉണ്ടാക്കിയത്. ഈ ബ്ലാക്ക് ഹേറ്റിന് ഉപയോഗിച്ചിട്ട് ഈ സാധാരണ ആളുകളെ മർദ്ദിക്കാനും പ്രതിഷേധങ്ങളെ അടിച്ചൊതുക്കാനും ഒക്കെ കഴിയുമെന്ന് വ്യാമോഹിക്കുന്ന മാനേജ്മെന്റ് അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാ. അവരേതെങ്കിലും സുഖവാസ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് റിമോട്ട് കൺട്രോൾ പോലെ ഒരു മാനേജ്മെന്റ് പ്രതിനിധി എന്ന നിലയിൽ മേധാവി എന്ന നിലയിൽ ഒരു കോളേജ് ഭരിച്ചു കൊണ്ടുപോകാമെന്ന് വ്യാമോഹിക്കുമെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. കാരണം ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ടിട്ട് എത്ര വലിയ മുതലാളിക്കും ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്കൊരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ എന്താ നടന്നത്? ഇവിടെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുട്ടി, ആ കുട്ടിയെ ക്രൂരമായി കൊന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. ഇവിടുത്തെ ഡെന്റൽ കോളേജിന്റെ മേധാവി എന്നുള്ളതിൽ
ഈ ബൗൺസർമാരെ അധികമായിട്ടുള്ളതാണല്ലോ. സുരക്ഷാ ജീവനക്കാർ നേരത്തെ ഉണ്ട്, സെക്യൂരിറ്റി, പക്ഷെ അതിന്റെ പുറമെയാണ് ഈ ബൗൺസർമാരെ പോലീസ് നോക്കി നിൽക്കായിരുന്നു. ഞാനിപ്പോ SIയോട് സംസാരിച്ചു. SIയോട് ഞാൻ സംസാരിച്ചപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ മാർച്ച് തടയാൻ വന്നത്? തടഞ്ഞല്ലോ. ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനം ഞാൻ പറയുന്നത് ഇതിലേറ്റവും കാണേണ്ടത് പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് ഈ മാർച്ച് നടക്കുന്നത് ദളിത് ലീഗിന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യ യൂണിയൻ ദളിത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ്. ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവനും ദളിതരാണ്. ആ ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ എന്തിന്റെയൊക്കെയോ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മർദ്ദിച്ചൊതുക്കാമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. അതിന്റെ ഒഫൻസും അതിന്റെ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇവർക്കെതിരെ നടപടിയെടുക്കണം. അതിനനുസരിച്ച് നടപടിയെടുക്കണം. അറസ്റ്റ് ചെയ്യണം. ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അത് പോലീസിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കില്ല. അതിന്റെ രൂപം മാറും. അത് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ അതിന്റെ പ്രതിഷേധങ്ങൾ ഉയരും. ഇത് കേട്ടുകേൾവിയില്ലാത്ത അനുഭവമാണ്. ഇവിടെ നൂറുകണക്കിന് വരുന്ന ദളിത് ലീഗിന്റെ പ്രവർത്തകന്മാർ അവരൊരു മിതമായിട്ടുള്ള മാന്യമായിട്ടൊരു ആവശ്യമായിട്ട് വരുന്നു. അവര് മെഡിക്കൽ കോളേജ് മാർച്ചല്ല ഞങ്ങൾ പ്രഖ്യാപിച്ചത്, ഇതുള്ള ഒരു പ്രതിഷേധ ധർണയാണ്. സ്വാഭാവികമായി ആ ധർണ ഒരു പ്രകടനമായി വരുമ്പോ അത് മെഡിക്കൽ കോളേജിന്റെ കവാടത്തിലെത്തുമ്പോ അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ചില രീതികളുണ്ട്. അതിനൊക്കെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പോലീസ് തടയട്ടെ. സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാന്യമായിട്ട് പ്രതിഷേധങ്ങൾ നടത്തി പോവല്ലോ. പക്ഷെ ഇവിടെ എന്താ, ഈ SIA ഉൾപ്പെടെയുള്ള ആളുകളെ സാക്ഷി നിർത്തിയിട്ട് നേരത്തെ പറഞ്ഞ ബ്ലാക്ക് കാറ്റ് അല്ലേ, ഈ ആളുകളാണ് വന്നിട്ട് ഇതിനെ തടയാൻ ശ്രമിക്കുന്നത്. അപ്പൊ പോലീസിന്റെ പണി എന്താണ്? പോലീസിന്റെ പണിയാണോ രണ്ട് ഈ തടിമിടുക്കുള്ള ആളുകൾ നിർവഹിക്കാൻ പോകുന്നത്? അവരുടെ തടിമിടുക്ക് കണ്ണൂരിലെ ഉറപ്പാണല്ലോ. ഇവിടെ പറഞ്ഞല്ലോ, മുഖത്താക്കാൻ ആടൊക്കെ അടിച്ചല്ലോ, നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ. തീർച്ചയായും പരാതി ഒരു ഭാഗത്ത് വരും, പ്രതിഷേധങ്ങൾ വേറൊരു ഭാഗത്ത് വരും. അത് ഈ മെഡിക്കൽ കോളേജിൽ മാത്രം. ഇത് കഴിഞ്ഞ 11 ദിവസമായിട്ട് കണ്ണൂരിൽ എത്ര പ്രതിഷേധം നടന്നിട്ടുണ്ട്? സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് പല സംഘടനകളും, യൂത്ത് ലീഗ് ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടത്തി. അഞ്ചരക്കടി മെഡിക്കൽ കോളേജിലേക്ക് എല്ലാ സംഘടനകളും നടത്തി. അന്നൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ദളിത് ലീഗിന്റെ പ്രവർത്തകന്മാർ അവര് ഒരു പ്രകടനമായി വരുമ്പോ അവരോട് ഇത്രമാത്രം അസഹിഷ്ണുത ഈ കോളേജ് മാനേജ്മെന്റിന് കാണിക്കേണ്ടത് വരുന്നത്? ഇവിടെ തടഞ്ഞിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ കൂലിപ്പട്ടാളക്കാരാണ്. അവര് മാനേജ്മെന്റ് തീറ്റിപ്പോറ്റുന്ന ആളുകളാണ്. ഒരുപക്ഷെ വേതനം കൊടുത്തിട്ട്, ഭക്ഷണം കൊടുത്തിട്ട് അവരെ ഇവിടെ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷെ ഞങ്ങൾ കാണുന്നത് അവര് കേവലമായിട്ടുള്ള ഒരു പ്രതീകമല്ല. അവര് മാനേജ്മെന്റിന്റെ പ്രതിനിധികളാണ്. മാനേജ്മെന്റിന്റെ ആളുകൾ ഈ പ്രകടനത്തെ തടയാൻ വേണ്ടി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായിട്ടാണ് ഞങ്ങൾക്കത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദികൾ കോളേജ് മാനേജ്മെന്റ് കൂടിയാണ്. ഈ സുരക്ഷാ ജീവനക്കാർ മാത്രമല്ല, ഈ കോളേജ് മാനേജ്മെന്റ് കൂടിയാണ്. അതുകൊണ്ട് കോളേജ് മാനേജ്മെന്റിന്റെ ഈ തെറ്റായിട്ടുള്ള നിലപാടിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരും. അതിൽ സംശയമില്ല.